ക്ലാസ് നമ്പർ 2 അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് 2 ക്ലിപ്പ് ഒരുമിച്ച് കൊണ്ടുവരാൻ പഠിച്ചു, കട്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ? റൈറ്റ്. സോ ന്യൂ പ്രൊജക്റ്റ് ക്ലാസ് 2. ഓക്കെ ഫൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 3 ക്ലിപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക, ഫയൽ ഇമ്പോർട്ട് ചെയ്യുക, ഡൗൺലോഡിൽ പോയിട്ട് നമ്മൾ 1080 തന്നെ ചെയ്യുക. അപ്പോൾ ആദ്യം കുറച്ച് 1080 ആയി കഴിഞ്ഞ് പിന്നെ പല സൈസും എടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മൾ 1080 തന്നെ എടുക്കുക. റൈറ്റ്, ലെറ്റ് us see. Interview with the Toddler, Pixel 720. ഓക്കെ, ഇത് 1080 ആണ്. സോ ഇങ്ങോട്ട് പിടിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാവുകയാണ് അല്ലേ? റൈറ്റ്, നല്ല സ്റ്റെബിലിറ്റിയുള്ള സ്ലോ മോഷനുള്ള ഇത്. ഓക്കെ റൈറ്റ്. നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് വരേണ്ടത് ഇവനിങ്ങനെ തുറക്കുമല്ലോ, അവിടെ ഒരു ടെക്സ്റ്റ് വരണം, അവിടെ ഒരു ടെക്സ്റ്റ് വരണം. ഓക്കെ, സോ അതെന്ന് പറയുന്ന ഒരു 2ാമത്തെ സെക്കൻഡിലാണ് അല്ലേ? 2ാമത്തെ സെക്കൻഡിലോട്ട് ചെല്ലുക. പിന്നെ നമ്മൾ ടൈപ്പ് ടൂൾ ഉണ്ടല്ലോ, ഇവിടെ പോയി ടൈപ്പ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സാധനത്ത് സ്നോർക്കലിംഗ് അല്ല, അതിൻ്റെ പേര് സ്കീയിങ് ആണ്. ലെറ്റ് സ്റ്റാർട്ട്, അത് മാത്രം മതി. അപ്പോൾ നല്ലൊരു ഫോണ്ട് വേണം. അപ്പോൾ ഫോണ്ട് വന്നതിന് ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് അതായത് ടെക്സ്റ്റ് ലെയർ, ലെറ്റ് സ്റ്റാർട്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് എസെൻഷ്യൽ ഗ്രാഫിക്കിലോട്ടാണ് പോകേണ്ടത്. എസെൻഷ്യൽ ഗ്രാഫിക്കിൽ പോയിട്ട് നമുക്ക് സെൻറ്റർ ആക്കേണ്ട കാര്യമില്ല, നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം. റൈറ്റ്, ഫോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല കാണാൻ സ്പോർട്സുമായിട്ട് ബന്ധമുള്ളൊരു ഫോണ്ട്, ഒത്തിരി ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ വേണം. ഫോർ എക്സാമ്പിൾ ഇതാണെന്ന് വിചാരിക്കുക, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അല്ലേ? Ctrl+A സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യും, അപ്പോൾ ചേഞ്ചസ് വരും. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇങ്ങനൊരു സാധനം വിചാരിക്കുക. റൈറ്റ്, അപ്പം നമുക്ക് ആ ടെക്സ്റ്റ് എത്രത്തോളം ഉണ്ട് അത്ര നേരം ആ ഒരു ഗ്രാഫിക് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി. റൈറ്റ്, സോ ഇപ്പോൾ ഇനി പ്ലേ ചെയ്യുന്നത് ഇത് 15 സെക്കൻഡ്സിൻ്റെ പ്ലേ ആണ്. ആദ്യം തുടങ്ങുമ്പോൾ ഒന്നുമില്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വരുന്നു, വീണ്ടും നമുക്കത് കുറച്ച് നേരം കാണാൻ പറ്റും. റൈറ്റ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ആനിമേഷൻ വേണം ആ ഒരു ലെറ്റ് സ്റ്റാർട്ട് വരുന്നിടത്ത്. അതിന് ട്രാൻസിഷൻ എടുക്കാം. ട്രാൻസിഷൻ എടുത്തിട്ട് നമുക്ക് പോയിട്ട് ട്രാൻസിഷൻ എടുക്കുന്നത് എഫക്റ്റിനകത്ത് തന്നെയാണ് കാണുന്നോ? ഇത് വീഡിയോ എഫക്ട്സിൻ്റെ താഴെയാണ് വീഡിയോ ട്രാൻസിഷൻസ്. വീഡിയോ ട്രാൻസിഷനിൽ ചെന്നിട്ട് നമുക്ക് വൈപ്പ് പോലെയോ പേജ് സ്പീഡ് പോലെ വൈപ്പാന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, ബാൻഡ് വൈപ്പോ സ്പിൻ വൈപ്പോ റാൻഡം വൈപ്പോ. ഇപ്പോൾ റാൻഡം വൈപ്പാണെങ്കിൽ ഞാൻ റാൻഡം വൈപ്പിനെ പിടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടും. അപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു ആനിമേഷൻ കേട്ടോ, ടക്ക് ടക്ക് എന്ന് പറഞ്ഞ സാധനം വന്നു. സോ അതല്ല എനിക്ക് വേണ്ടത്, ഡോറ് പോലത്തെ ഒരു സാധനമാണ്, ഡോർ അടയ്ക്കുന്ന പോലെ. അത് കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഡോറ് വയ്ക്കും. റൈറ്റ്, പിന്നെ എൻഡിലെത്തുമ്പോൾ വേറൊന്നും ചെയ്യാം, പെയിൻറ്റ് സ്പ്ലാറ്റർ പോലെയോ ഒരു സാധനം ഇടാൻ വേണ്ടി. സോ ഈ രണ്ടിടത്തും റെഡ് കാണുന്നതിൻ്റെ അർത്ഥം അത് റെൻഡർ ആയിട്ടില്ല. നമുക്ക് റെൻഡർ ആവണമെങ്കിൽ അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഗോ ടു സീക്വൻസ് റെൻഡർ സെലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് റെൻഡറെ അത് മുഴുവൻ ഗ്രീൻ ആവും. കണ്ടോ, ഇതിങ്ങനെ വരുന്നു, ടെക്സ്റ്റ് അവിടെ നിൽക്കുന്നു, പതുക്കെ അതിങ്ങനെ പോകും, അവനോടും. റൈറ്റ്, ഇനി എനിക്ക് എന്താ പറയുക, വേറൊരു ടെക്സ്റ്റ് കൊണ്ടുവരണം, പക്ഷേ ഇതേ എഫക്റ്റ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇതിനെ ഞാൻ കോപ്പി ചെയ്യുന്നതിന് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടോട്ട് നീക്കുക. റൈറ്റ്, best place
ടു രജിസ്റ്റർ. ബെസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ. നമുക്ക് ഈ ഏത് ആഡിലും കച്ചവടമാണല്ലോ. അവർ ഇപ്പം ഇത് പഠിക്കാനൊക്കെ വരികയാണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേറൊരു ഓൾട്ട് എടുത്തിട്ട് മുകളിലോട്ട് ഒന്നുകൂടെ എടുക്കാം. എന്നിട്ട് അതിനെ പിടിച്ച് കുറച്ച് താഴോട്ട് വെക്കാം. ഇതൊരു ഫോൺ നമ്പർ 800346 പറഞ്ഞൊരു നമ്പർ. എന്നിട്ട് അതിനെ നമ്മളിതിനെ ഇങ്ങോട്ട് അടുപ്പിക്കുക. അല്ലെങ്കിൽ നീക്കാൻ ഇങ്ങനെ പിടിച്ച് നീക്കാൻ പറ്റും. റൈറ്റ്. സോ ഇനി എന്താ നമ്മുടെ പ്ലേ ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ രണ്ടിനും ഒരുപോലെ ആനിമേഷൻ വരും. ഓക്കെ. സോ ക്ലിയർ ആണോ സംഭവം? ഒരു പ്രാവശ്യം നമുക്ക് ഇത് ആയി കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ റിസൾട്ട് കാണാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഫയൽ, ഈ ഫയൽ ആദ്യം സേവ് ചെയ്തിട്ടുണ്ടല്ലോ ജിതിൻ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട്, കൺട്രോളേഴ്സ് കൊടുക്കുക. പിന്നെ നേരെ ഫയൽ എക്സ്പോർട്ടിൽ പോവാം. വളരെ സിമ്പിൾ സാധനമാണ്. എക്സ്പോർട്ടിൽ പോവുക, മീഡിയയിൽ പോവുക. എന്നിട്ട് ഇവിടെ പേര് മാറ്റി കൊടുക്കുക. ടെസ്റ്റ് 2 എന്നോ ഇല്ലെങ്കിൽ ടൈറ്റിൽ 2 എന്നോ ക്ലാസ് 2 എന്നോ ക്ലാസ് 2 റൈറ്റ്. സോ ഇത് നമ്മൾ തോമസ് ക്ലാസ് യൂട്യൂബ് എന്ന് പറയുന്ന ഇതിലോട്ട് സേവ് ചെയ്യണം. ഇതിനകത്തെല്ലാം കീപ്പ് ഇറ്റ് സെയിം ബിക്കോസ് നമ്മളെടുത്ത അതേ കോൺഫിഗറേഷൻ, അതേ സൈസാണ്. 1080 സൈസും 24 ഫ്രെയിം പെർ സെക്കൻഡും. ഇതിനകത്ത് വലുതായ സൗണ്ടൊന്നുമില്ല. ഓഡിയോ ഇതിൽ നോ ഓഡിയോ. ഓക്കെ. നമ്മൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തു, അത് എക്സ്പോർട്ട് ആവുക. എക്സ്പോർട്ട് ആയ ശേഷം നമുക്ക് ക്ലാസ് യൂട്യൂബ് എവിടെയത് ക്ലാസ് യൂട്യൂബ് ഈ സാധനം ഇതിനകത്ത് ക്ലാസ് 2 എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഫുൾ റെസൊല്യൂഷനിൽ ആക്ച്വൽ റെസൊല്യൂഷനിൽ കണ്ടോ. ലെറ്റ് സ്റ്റാർട്ട് പറഞ്ഞ സാധനം വന്നു. അത് ഇങ്ങനെ പൊടിഞ്ഞ് പോയി. പോകുന്ന സമയത്ത് ബെസ്റ്റ് പ്ലേസ് ടു രജിസ്റ്റർ എന്ന് പറഞ്ഞു 800. ഇതും പൊടിഞ്ഞ് റൈറ്റ്. സോ നല്ല റെസൊല്യൂഷനിലായ 1080-ലാണ് അത് റെൻഡർ ചെയ്തത്. അതിൻ്റെ കംപ്രഷൻ നോക്കുകയാണെങ്കിൽ, റെൻഡർ ചെയ്യുന്ന കംപ്രഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫയൽ എക്സ്പോർട്ടിൽ പോകുമ്പോൾ H2 എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഇവിടെ പോകുമ്പോൾ ഇവിടെ കാണിക്കാൻ എന്താ H.264 നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഫയൽ ചെറുതാക്കും. ഓക്കെ. അപ്പോൾ ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. ആട്ടോ.